ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഹൊറർ ടെയിൽ ചാപ്റ്റർ 3യുടെ സെക്കൻഡ് പാർട്ടാണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്തായാലും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കാണാത്തവരുണ്ട് എന്തായാലും കയറി കാണുക ഗൈസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററോട് കൂടി നമ്മുടെ ഹൊറർ ടെയിൽ അവസാനിക്കുമെന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടുന്ന് ഒരു എന്താ പറയുക, ഒരു സ്റ്റീലിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്, ഒരു കേബിള്. ഇത് ഭയങ്കര ഹെവിയാണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു വാൽവ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഈ വാൽവ് എന്തിനാവും അറിയില്ല കേട്ടോ. നമുക്ക് എന്തായാലും വാൽവ് എന്തായാലും എടുക്കാനുള്ള സാധനം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വാൽവ് എടുക്കണം. അപ്പോൾ ഗൈസ്, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നവരുണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും ഗൈസ്. അവൻ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റ് കൊണ്ടുവന്ന് ഞാൻ എന്തായാലും ഇത് ഇടട്ടെ കേട്ടോ. യെസ് ഗൈസ്, നമ്മളങ്ങനെ ബാൻഡേജ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ബാൻഡേജും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീൽ കേബിളും നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റിലുണ്ട് ഗൈസ്. ഗൈസ്, ഇനി നമുക്ക് ഇവിടുന്ന് ആ വാൽവും കൂടി എടുക്കണം ഗൈസ്. അവൻ അവിടെ നിന്ന് എന്തായാലും ഒന്ന് പോട്ടെ കേട്ടോ ഗൈസ്. അവൻ കണ്ടു കഴിഞ്ഞാൽ പണിയായിരിക്കും ഗൈസ്. കാരണം അവന് ഒരു പ്രത്യേക ഒരു പവർ അവന് കിട്ടിയിട്ടുള്ളത് കൊണ്ട് സീനായിരിക്കും. ഓക്കെ, ഞാനെന്തായാലും ഈ വാൽവും കൂടി എടുക്കട്ടെ. ഈ വാൽവ് എന്തിനാണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയില്ല. ഞാൻ എവിടെയും കണ്ടിട്ടുണ്ടായില്ല വാൽവ് വെക്കുന്ന സ്ഥലമൊന്നും. അപ്പോൾ ഈ വാൽവ് എന്തായാലും നമ്മുടെ സൈക്കിളിൽ കൊണ്ടൊന്ന് ഇടാൻ ഗൈസ്. എങ്ങനെയും നമുക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ എടുക്കാം. ഓക്കെ ഗൈസ്, അവനായാലും നടക്കുന്നുണ്ട് കേട്ടോ. എടാ, അവന് സ്പീഡിൽ പോകാനുള്ളൊരു പവർ ഉണ്ട് ഗൈസ്. അതാണ് ഏറ്റവും വലിയ വിഷയം ഗൈസ്. കണ്ടില്ലേ അവൻ എന്ത് സ്പീഡിനാണ് പോകണമെന്ന് കണ്ടില്ലേ. പിന്നെ ഇവൻ്റെ ഈ ഒരു ഷോക്കിൽ ചവിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഷോക്ക് അടിച്ച് നമ്മൾ ചാവാനുള്ള ചാൻസും ഉണ്ട്. അത് നമ്മൾ നോക്കേണ്ടതായിട്ട് ഇരിക്കുന്നു ഗൈസ്, അല്ലെങ്കിൽ പണിയാണ്. ഇവന് ഈ പവർ ഇല്ലായിരുന്നു വിഷയമില്ലായിരുന്നു ഗൈസ്. ഇവന് ഈ പവർ കിട്ടിയതുകൊണ്ട് ഭയങ്കര സീനാട്ടാ. ചങ്ങായി വരുന്നുണ്ട്. നമുക്കിനി ഇത് നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റ് കൊണ്ടൊന്ന് വെക്കണം. ഓക്കെ, അവൻ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ എന്തായാലും ഈ വാൽവ് കൊണ്ട് നമ്മുടെ സൈക്കിളിൽ വെക്കട്ടെ. യെസ് ഗൈസ്, നമുക്കിനി ഇവിടെ നിന്ന് നേരെ നമ്മുടെ ഫാമിലിയിലേക്ക് എന്തായാലും പോവാം. നമുക്കിനി ഫാമിലിയിലേക്ക് പോകണം. ഫാമിലി പോയിട്ട് ഈ ബാൻഡേജ് നമുക്ക് അവിടെ കൊണ്ടുവന്ന് വെക്കണം ഗൈസ്. ഈ ബാൻഡേജും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമന്തയുടെ കാലിൽ ഒട്ടിക്കാനുള്ളൊരു ബാൻഡേജ് സെറ്റാക്കാൻ പറ്റും. നമ്മൾ ഓൾറെഡി അവിടെ ആൽക്കഹോളും അതുപോലെ തന്നെ മോസും നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. യെസ്, മോസും അതുപോലെ തന്നെ ആൽക്കഹോളും വെച്ചിട്ടുണ്ടായിരുന്നു. ബാൻഡേജും കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്. യെസ് ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ബാൻഡേജ് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഹീലിംഗ് ബാൻഡേജ് എന്നാണ് ഗൈസ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ ബാൻഡേജ് നമ്മൾ കൊണ്ടുപോയി നമ്മുടെ സമന്തയുടെ കാലിൽ കെട്ടിക്കൊടുക്കണം ഗൈസ്. അവൻ ഇവിടെ ഉണ്ടെന്ന് കേട്ടോ ഗൈസ് എനിക്ക് തോന്നണേ. അവൻ്റെ സൗണ്ട് എനിക്ക് കേൾക്കാനുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ കുറേ നേരത്തിന് ശേഷം ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തായാലും പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അവൻ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ എന്തായാലും ഈ ബാൻഡേജ് നേരെ നമ്മുടെ സമന്തയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്തിട്ട് കേട്ടോ ഗൈസ്. ഓക്കെ ഓക്കെ, സമന്ത ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. യെസ്, നമ്മളെന്തായാലും ബാൻഡേജ് ചുറ്റി കൊടുക്കുകയാണ്. ഓക്കെ ഗൈസ്, നമുക്ക് എങ്ങനെയും ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ലെയറിൽ അവൻ്റെ ആ ഒരു വീട്ടിൽ പോയപ്പോൾ നമ്മളതിൻ്റെ മേളിലൊരു റൂം കണ്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. പക്ഷേ ആ റൂം കുറേ ലോക്ക് വെച്ച് അവൻ പൂട്ടി വെച്ചേക്കാണ്. എനിക്ക് തോന്നുന്നു മിക്കവാറും ആ റൂമിനകത്തായിരിക്കും ഗൈസ് നമ്മുടെ ബില്ലിയും അതുപോലെ തന്നെ ഹാരിയും എമയൊക്കെ ഉള്ളത്. അവരെ ഒരു ഡോളാക്കി മാറ്റിയേക്കല്ലേ ഗൈസ്. അപ്പോൾ അവരെ ആ ഡോളാക്കി മാറ്റിയിട്ട് അവൻ ആ റൂമിലായിരിക്കും മിക്കവാറും പൂട്ടി ഇട്ടിട്ടുണ്ടാവുക. എനിക്ക് അങ്ങനെയാണ് ഗൈസ് തോന്നണേ. ഓക്കെ, നമ്മുടെ സമന്ത നമ്മളോട് താങ്ക് യു ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. യെസ് ഗൈസ്, സമന്ത ഭയങ്കര ഹാപ്പി ആയി സത്യത്തിൽ. നമ്മൾ കാലിൽ ബാൻഡേജൊക്കെ ഒട്ടിച്ചു കൊടുത്തപ്പോൾ. യെസ് ഓക്കെ ഗൈസ്, അപ്പോൾ അതാണ് സംഭവമൊക്കെ. നമുക്ക് എങ്ങനെയും എസ്കേപ്പ് ആയേ പറ്റൂ. ഓക്കെ, ഇതെന്താണ് ഗൈസ്? ആ ഫോട്ടോ എടുത്തുകൊണ്ട് കൊടുക്കാൻ പറയുന്നുണ്ട് ഗൈസ്. ആ സിമ്പിൾസിൻ്റെ എന്തോ ആ ഫോട്ടോ നമ്മളോട് എടുത്തുകൊണ്ട് കൊടുക്കും. ഇനി നമുക്ക് 2 ഫോട്ടോയാണെന്ന് തോന്നുന്നു കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, എന്തായാലും നമുക്കത് സെറ്റ് ചെയ്യണം ഗൈസ്. അവൻ താഴെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവൻ എൻ്റെ മേളിലേക്ക് എന്തായാലും കയറി വന്നു കഴിഞ്ഞാൽ പണി പാളും ഗൈസ്. അവൻ്റെ സൗണ്ട് എനിക്ക് കേൾക്കാൻ കേട്ടോ ഗൈസ്. എന്തായാലും നമുക്ക് നോക്കട്ടെ, അവനോട് എടുത്തുണ്ടോ നോക്കട്ടെ. ഇല്ലയെന്നാണ് എനിക്ക് തോന്നണേ. ഞാൻ എന്തായാലും പുറത്തേക്ക് ഇറങ്ങണം എന്ന് തോന്നുന്നു. പുറത്തേക്ക് ഇറങ്ങിയാൽ പിടിക്കുമോയെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. നോക്കി നോക്കട്ടെ. അവനിവിടെ ഇല്ലയെന്നാട്ടോ എനിക്ക് തോന്നണേ. ഡോർ ഓപ്പൺ ചെയ്യ് ഗൈസ്. ഞാൻ എവിടെയും നോക്കാണ്ട് ഞാൻ പോവുകയാണ് ഗൈസ്.
നമുക്കിനി നേരെ നമ്മുടെ സർക്കസിലേക്ക് പോവാം ഗൈസ്. സർക്കസിലേക്ക് പോവാം. യെസ്, ഞാൻ എന്തായാലും നേരെ സർക്കസിലേക്കാണ് പോണേ ഗൈസ്. നമുക്കിതിനകത്ത് കുറേ സംഭവങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. ശരിക്കും നമുക്ക് സർക്കസിലേക്ക് അല്ലായിരുന്നു ഗൈസ് വരേണ്ടത്. സർക്കസിലേക്കാണ് ചോദിച്ചാൽ ഞാൻ വന്നത്. നമുക്ക് സർക്കസിലേക്കല്ല, നമുക്ക് നമ്മുടെ സ്യൂവറിലേക്കായിരുന്നു വരേണ്ടിയിരുന്നത്. സ്യൂവറിൽ ഞാൻ എന്തായാലും എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ കേബിൾ നമുക്ക് അവിടെ കൊണ്ടുവന്നിട്ട് നോക്കി നോക്കാം ഗൈസ്. ആ ഒരു ഫാനിൻ്റെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും സാധനം വേണമെന്നാണ്. ഇപ്പോൾ നമുക്ക് ഹെവി ആയിട്ട് കിട്ടിയേക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു സ്റ്റീലിൻ്റെ ഒരു കേബിളാണ് ഗൈസ്. എടാ അവനതിൽ വരുന്നുണ്ട് ഗൈസ്, കിഡ്നാപ്പർ അതിൽ വരുന്നുണ്ട് ഗൈസ്. ഇനി നമ്മൾ മാക്സിമം ഒളിച്ചൊക്കെ ഇരുന്നിട്ട് വേണം ഗൈസ് കളിക്കാൻ, അല്ലെങ്കിൽ പണിയാണ്. കാരണം അവൻ ആ പവർ ഉള്ളതുകൊണ്ട് അവൻ സ്പീഡിന് വരും ഗൈസ്. ദേ പോണ് ഗൈസ്, ദേ പോണ്. കണ്ടില്ല ഗൈസ്, അവൻ്റെ പുറകെ കണ്ട ഷോക്കൊക്കെ വന്ന് വീഴുന്നുണ്ട്. അതിനകത്ത് കയറി ചവിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ഗൈസ്. യെസ്, ഞാൻ എന്തായാലും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവൻ അങ്ങോട്ട് പോയതുകൊണ്ട് നമുക്ക് എന്തായാലും സിമ്പിളായിട്ടുണ്ട്. യെസ്, നമുക്ക് എന്തായാലും അവിടെ പോയിട്ടൊന്ന് നോക്കി നോക്കാം. യെസ് ഗൈസ്, ഇതല്ലേ? യെസ് ഗൈസ്, അതിനായിരുന്നു സംഭവം. അപ്പോൾ ആ ഒരു കേബിളായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത് ഇവിടെ. യെസ് ഗൈസ്, സംഭവം സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇതെങ്ങോട്ടാണ് ഗൈസ് പോകണ്ടേ? ഓക്കെ ഗൈസ്, ഇവിടെ ഒരു കോണിപ്പടി ഉണ്ടല്ല. യെസ് ഗൈസ്, നമ്മൾ വേറെ എവിടെയോ എത്തി ഗൈസ്. ഏതൊരു അണ്ടർഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ എന്തെങ്കിലും കണ്ടുപിടിക്കാനുണ്ടാവും കേട്ടോ. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ വേറൊരു ഇതുണ്ട്. യെസ് ഗൈസ്, ഇതേ ഗൈസ്, നമുക്കിവിടെ ഒളിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇവിടെ കുറേ വാൽവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു വാൽവ് മിസ്സാണ്. നമ്മുടെ മൂന്നാമത്തെ വാൽവ് മിസ്സാണ് കേട്ടോ. പിന്നെ നമുക്കിവിടെ നിന്നൊരു ഗൺ പൗഡർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗൺ പൗഡർ എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നമ്മുടെ സർക്കസിൽ ആ ഒരു ക്യാനോണിലിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഈ ഗൺ പൗഡർ. അപ്പോൾ ഈ ഗൺ പൗഡർ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വാൽവ് നമുക്ക് എടുത്തുകൊണ്ട് തന്നെ. ഓക്കെ, ഇതെന്താണ്? പ്ലേറ്റ് ഫോർ വാൽവ്സ്. എടാ അവിടെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട് കേട്ടോ. പക്ഷേ ആ ഇൻസ്ട്രക്ഷൻ ക്ലാവ് പിടിച്ചിരിക്കുകയാണ്. അത് വൃത്തിയാക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ആ ഒരു ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് വേണം നമുക്കിവിടെ ഈ വാൽവ് തിരിക്കാൻ വേണ്ടിയിട്ട്. യെസ് ഗൈസ്, അങ്ങനെ ആയിരിക്കും മേ ബി കളി. അപ്പോൾ നമുക്ക് നമ്മുടെ സൈക്കിളിൽ ഇരിക്കുന്ന വാൽവും കൂടി നമുക്ക് എന്തായാലും എടുത്തുകൊണ്ട് വന്നിട്ടോ ഗൈസ്. അവൻ്റെ സൗണ്ട് എനിക്ക് കേൾക്കാനുണ്ട്. അവനിവിടെ എത്തിയെന്നാണ് എനിക്ക് തോന്നണേ. ഓ ഗൈസ്, എനിക്ക് കേൾക്കാനുണ്ട് കേട്ടോ. എടാ അവൻ നമ്മുടെ അടുത്ത് എത്തി ഗൈസ്. അവൻ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓ ഗൈസ്, നമുക്ക് ഷോക്ക് അടിച്ച് ഗൈസ്. എടാ എന്തോ സംഭവിച്ചു. നമുക്ക് ഷോക്ക് അടിച്ചു കേട്ടോ ഗൈസ്. അവൻ നമ്മുടെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് നമുക്ക് ഷോക്ക് അടിച്ചിട്ടുണ്ട്. എടാ എന്തോ സംഭവിക്കുന്നുണ്ട് ഗൈസ്. കണ്ടില്ലേ, രണ്ട് സൈഡിൽ കറുപ്പായിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ? എന്തോ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് ഗൈസ്. എന്താണ് സംഭവിച്ചേ? ഓ ഗൈസ്, എടാ എന്തോ നമുക്ക് സംഭവിച്ച്. എനിക്ക് തോന്നണു തല കറങ്ങുന്നതാണ് കേട്ടോ ഗൈസ്, എനിക്ക് തോന്നണേ. നമുക്കെന്തായാലും ഇവിടുന്ന് വയ്യ എണിച്ചു നോക്കാം. യെസ് ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് തല കറങ്ങും കേട്ടോ. എടാ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. നമുക്ക് നടക്കാൻ പോലും പറ്റില്ല കേട്ടോ. ഭയങ്കരമായിട്ട് തല കറങ്ങുന്നതാണ് ഗൈസ്. അവന് എവിടെയാണെന്ന് പോലും എനിക്കൊരു പിടിയില്ലടേ. അവൻ എവിടെ നിന്ന് വരുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഇനി സ്റ്റിക്കി ട്രാപ്പ് 5 ഉണ്ട്. നമുക്ക് അവൻ വരുമ്പോൾ സ്റ്റിക്കി ട്രാപ്പ് ഇട്ടിട്ട് ഓടിയാലോ ഗൈസ്. അതായിരിക്കും മിക്കവാറും നടക്കത്തുള്ളൂ, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഗൈസ്. ഓക്കെ ഗൈസ്, അവൻ വരുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നണേ. എടാ അവൻ വരുന്നുണ്ട് ഗൈസ്, കേട്ടോ. നമുക്ക് എന്തായാലും സ്റ്റിക്കി ട്രാപ്പ് ഇടാം. യെസ് ഗൈസ്, അവൻ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും സ്റ്റിക്കി ട്രാപ്പ് ഇടാം കേട്ടോ. യെസ്. എടാ അത് കുറേ കൂടിപ്പോയിടാ. അയ്യോ ഗൈസ്, എന്താ പറ്റിയേ? എടാ അവിടെ ആ ഒരു ഇത് വന്ന് നമുക്ക് പണി വാഴടാ. ഞാൻ അറിയാതെ ബാക്കോട്ട് ഇറങ്ങി. ആ ബ്രോ, എന്ത് കഷ്ടമാണ്. നമ്മൾ വീണ്ടും അവിടെ തന്നെയാണ് വന്നേ ഗൈസ്. അപ്പോൾ അവനെന്തേ ഗൈസ്? നമ്മൾ ഒരു ലൈഫ് പോയിട്ടാ. നമ്മുടെ പോയി. നമ്മൾ വെറുതെ സ്റ്റിക്കി ട്രാപ്പ് ഇട്ട് കളഞ്ഞു ഗൈസ്. അവിടെ ഇനി നമ്മുടെ വെറും 3 സ്റ്റിക്കി ട്രാപ്പ് മാത്രമാണ് ബാക്കിയുള്ളൂ ഗൈസ്. അവനെ കാണാനില്ലല്ലോ. അവൻ എവിടെ പോയി? അവനെവിടെ? ഓക്കെ, അവൻ്റെ സൗണ്ട്. എടാ അവൻ വരുന്നുണ്ട് ഗൈസ്. കേട്ടോ. ഞാൻ എന്തായാലും അവിടെ സ്റ്റിക്കി ട്രാപ്പ് ഇട്ടിട്ടുണ്ട്. യെസ് ഗൈസ്, അവൻ സ്റ്റിക്കി ട്രാപ്പിൽ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഈ സമയം കൊണ്ട് ഞാൻ എന്തായാലും ഇവിടുന്ന് പോട്ടെ കേട്ടോ, അല്ലെങ്കിൽ പണിയാണ്. ആ ഒരു പവറും കൂടി ഉള്ളതുകൊണ്ട് വിഷയമാണ് ഗൈസ്. നമ്മളപ്പോൾ ആ ഷോക്കിനകത്ത് നമ്മൾ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചാവൊന്നുമില്ല ഗൈസ്. പക്ഷേ നമുക്ക് ഭയങ്കരമായിട്ട് തല കറങ്ങും. നമുക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഗൈസ്. ആ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഗൺ പൗഡർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ഗൺ പൗഡർ നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റിൽ കൊണ്ട് എന്തായാലും ഇടട്ടെ കേട്ടോ ഗൈസ്. അവനിനി വന്നു കഴിഞ്ഞാൽ പണിയായിരിക്കും.
ഓക്കെ, അപ്പോൾ നമുക്ക് ആ വാൽവ് എടുത്തുകൊണ്ട് അവിടെയാണ് വാൽവ് വെക്കാനുള്ളത്. പിന്നെ അവിടെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട് ഗൈസ്. ആ ഇൻസ്ട്രക്ഷൻ ഫുള്ളും ക്ലാവ് പിടിച്ചെടുക്കുകയാണ്. ആ ഇൻസ്ട്രക്ഷൻ നമുക്ക് മിക്കവാറും അവിടെ വൃത്തിയാക്കേണ്ടി വരും ഗൈസ്. അതിനെന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഞാൻ എന്തായാലും ഇവിടുന്ന് ഗൈസ് നേരെ നമ്മുടെ സർക്കസിലേക്ക് ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ. കാരണം നമുക്ക് ഗൺ പൗഡർ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഗൺ പൗഡർ നമുക്ക് നമ്മുടെ ക്യാനോണിൽ കൊണ്ടുവന്ന് ഇടണം ഗൈസ്. അവൻ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എടാ, അവൻ സ്പീഡിന് വരുന്നടാ ഗൈസ്. അതാണൊരു വിഷയം. അവന് സ്പീഡിന് പോകാനുള്ളൊരു ഇതുണ്ട്, പവറുണ്ട് ഗൈസ്. അതാണ് വിഷയം. ഓക്കെ, ഞാൻ എന്തായാലും ഈ ഗൺ പൗഡർ അവിടെ കൊണ്ടുവന്ന് ഇടട്ടെ കേട്ടോ. ഈ ഗൺ പൗഡറും കൂടി അവിടെ കൊണ്ടുവന്ന് ഞാൻ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇനിയിപ്പോൾ എന്താ കിട്ടാമെന്ന് എനിക്കറിയില്ല. ഓക്കെ, സെറ്റായില്ലേ ഗൈസ്. ഇനി നമുക്ക് തീപ്പെട്ടി വേണോ? നോക്കി നോക്കട്ടെ കേട്ടോ. ഇല്ല ഗൈസ്, തീപ്പെട്ടി ഒന്നും വേണ്ട. ഓക്കെ, എന്തോ സാധനം താഴത്തേക്ക് ചാടിയിട്ടുണ്ട് കേട്ടോ. എടാ, റസ്റ്റ് റിമൂവർ ഗൈസ്. മിക്കവാറും എനിക്ക് തോന്നണം നമ്മുടെ അവിടെ ഒരു ഇൻസ്ട്രക്ഷൻ കണ്ടിട്ടുണ്ടായില്ലേ, ആ ഇൻസ്ട്രക്ഷൻ വൃത്തിയാക്കാനുള്ള സാധനമായിരിക്കും ഗൈസ് ഈ റെസ്റ്റ് റിമൂവർ. എനിക്ക് അങ്ങനെയാണ് തോന്നണേ. നമുക്കെന്തായാലും പോയിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അവനെന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. എടാ, അവൻ അടുത്ത് വന്നതാ. നമുക്കിപ്പോൾ ഷോക്ക് കേൾക്കും ഗൈസ്, ഷോക്ക് കേൾക്കും ഉറപ്പാണ്. യെസ് ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഷോക്ക് കയറ്റ് ഗൈസ്. ഇനി ഭയങ്കരമായിട്ട് തല കറങ്ങും ഗൈസ്, അതാണ് വിഷയം ഗൈസ്. അപ്പോൾ അവൻ വരുന്നുണ്ട് കേട്ടോ. അവൻ വരുന്നുണ്ട്. നമുക്ക് ഈ വഴി നേരെ അപ്പുറത്തേക്ക് ഇറങ്ങി പോകണം. എടാ, അവൻ എന്ത് സ്പീഡിനാണ് പോണേ ഗൈസ്. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എടാ, ഇനി നമ്മൾ മാക്സിമം സൂക്ഷിച്ച് വേണം ഗൈസ് കളിക്കാൻ. നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു റെസ്റ്റ് റിമൂവർ നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റിൽ കൊണ്ടുവന്ന് എന്തായാലും വെക്കാം. യെസ്, അപ്പോൾ ഞാൻ എന്തായാലും അത് സൈക്കിളിൻ്റെ ബാസ്ക്കറ്റിലേക്ക് എന്തായാലും വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്കിനി ഇവിടുന്ന് നേരെ നമ്മുടെ സ്യൂവറിലേക്ക് പോകട്ടെ ഗൈസ്. സ്യൂവറിലേക്ക് പോകാം. ഇനി സ്യൂവറിൽ പോയിട്ട് നമുക്ക് ഈ റെസ്റ്റ് റിമൂവർ വെച്ചിട്ട് ആ ഒരു ഇൻസ്ട്രക്ഷൻ ബോർഡ് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി നോക്കണം. യെസ്, ഞാൻ എന്തായാലും റെസ്റ്റ് റിമൂവർ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അവനോട് ഒരു അടുത്തുണ്ടാവും, എനിക്ക് ഉറപ്പാണ് ഗൈസ്. അവനിവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല ഗൈസ്, അവനിവിടെ ഇല്ല കേട്ടോ. അവനെ കാണാനില്ല. എടാ, അവനതിൽ വരുന്നുണ്ട് ഗൈസ്, അവനതിൽ വരുന്നുണ്ട് ഗൈസ്. അവനിനി ഇപ്പുറത്തേക്ക് പോയാലാണ് കളി നടക്കുള്ളൂ. അവനതിൽ വരുന്നുണ്ട് കേട്ടാ ഗൈസ്. അപ്പോൾ ഞാൻ എടാ, അവൻ വരുന്നുണ്ട് കേട്ടാ. അവൻ വരുന്നുണ്ട് ഗൈസ്. അവൻ അപ്പുറത്തേക്ക് പോയാലാണ് നമുക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ. ഇവൻ ഇവിടെ തന്നെ ഒന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടില്ലേ, ഇവൻ ഇവിടെ ഒന്ന് നോക്കും, അപ്പുറത്തൊന്ന് നോക്കും. ഇങ്ങനെ തന്നെയാണ് പരിപാടി. എനിക്ക് തോന്നുന്നു ഏകദേശം ഈ ഒരു ചാപ്റ്റർ എൻ്റെ ആവാറായതായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും അവൻ ഇവിടെ കിടന്ന് കറങ്ങുന്നത്. എടാ, എന്ത് കഷ്ടമാണിത് ഗൈസ്. ഞാൻ എന്തായാലും അവിടെ നിന്ന് എണിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇവിടുന്ന് നേരെ നമ്മുടെ മറ്റേ അങ്ങോട്ടേക്ക് പോവാം. എന്നിട്ട് അവിടെ പോയിട്ട് ഈ റെസ്റ്റ് റിമൂവർ വെച്ചിട്ട് നമുക്ക് ആ ഇൻസ്ട്രക്ഷൻ്റെ ബോർഡ് ക്ലീൻ ചെയ്യാം ഗൈസ്. അതിന് ശേഷം നമുക്ക് വാൽവ് എടുത്തുകൊണ്ട് വരാം. യെസ്, അവനെന്തായാലും അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇങ്ങോട്ട് എന്തായാലും അവൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. വരാൻ ചാൻസ് ഉണ്ടെന്നല്ല, എന്തായാലും അവൻ ഇങ്ങോട്ട് വരും ഗൈസ്, അത് ഉറപ്പാണ്. യെസ്, ഇതല്ലേ? യെസ് ഗൈസ്, അത് തന്നെയായിരുന്നു സംഭവം. യെസ്, ക്ലീൻ ചെയ്യാം കേട്ടോ നമ്മൾ. യെസ് ഗൈസ്, സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇത് നോക്കി ഗൈസ്, നമ്മൾ ഒന്നാമത്തെ മാക്സിമം കേട്ടോ ഗൈസ്. ഒന്നാമത്തെ, അതായത് റെഡിലാണ് അത് നിർത്തിയേക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ മാക്സിമം ആണ്. യെസ്, മാക്സിമം എന്ന് പറയുന്നത് ആ റെഡ് ആട്ടോ ഗൈസ്, റെഡാണ്. യെസ്, ഒന്നാമത്തെ നമ്മൾ മാക്സിമം ആക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അവൻ എന്തായാലും കൂടി വരാൻ ചാൻസ് ഉണ്ട് ഡേ. അവൻ വരുന്നുണ്ടോയെന്ന് ഞാൻ എന്തായാലും നോക്കട്ടെ കേട്ടോ. അവനിപ്പോൾ കാണാനൊന്നുമില്ല. ഓക്കെ, അവൻ്റെ സൗണ്ട് കേൾക്കാനുണ്ട് ഗൈസ്. അവൻ്റെ സൗണ്ട് എനിക്ക് കേൾക്കാനുണ്ട് കേട്ടോ. സൗണ്ട് കേൾക്കാനുണ്ട് ഗൈസ്. പണിപാളി, അവൻ വന്ന്. എടാ, അവൻ വന്നടാ ഗൈസ്. നമുക്ക് ഷോക്ക് അടിച്ച്. അവൻ നമ്മൾ അടുത്തേടെ കയറിയതുകൊണ്ടായിരിക്കും ഗൈസ് നമുക്ക് ഷോക്ക് അടിച്ച്. ഇനി തല കറങ്ങും ഗൈസ്. ഇതിപ്പോൾ എന്ത് കഷ്ടമാണിത്, തേങ്ങ ഗൈസ്. ഞാനെന്തായാലും ഇവിടെ നിന്ന് എണിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ യെല്ലോയാണ് ഗൈസ് കൊടുത്തേക്കണത്. മിഡ് എന്നാണ് കൊടുത്തേക്കണത്. അപ്പോൾ നമുക്ക് യെല്ലോയിലേക്ക് സെറ്റ് ചെയ്യാം. യെസ് ഗൈസ്, ഞാൻ എന്തായാലും യെല്ലോയിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ കയറി കളിക്കട്ടെ കേട്ടോ ഗൈസ്. നമുക്കിനിയിപ്പോൾ ഇങ്ങനെ കളിക്കാം, അല്ലാതെ കാര്യം നടക്കില്ല ഗൈസ്. ഓക്കെ, നമുക്കിനി അടുത്തൊന്ന് നോക്കട്ടെ കേട്ടോ ഞാൻ. യെസ് ഗൈസ്, ഗ്രീനല്ലേ? എത്രയായിരുന്നു ഗൈസ്? നാലാമത്തെ ഗ്രീനല്ലേ? ഗ്രീനിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കണേ. നമുക്ക് കുറച്ചൊന്ന് സെറ്റ് ആക്കട്ടെ കേട്ടോ. യെസ് ഗൈസ്, അത് മതി. നമുക്കിനി എടാ, അവൻ വരുന്നുണ്ട് ഗൈസ്. അവൻ വരുന്നുണ്ട് കേട്ടോ. അവൻ വരുന്നുണ്ട്.
ഗൈസ് നമുക്കിനി ഒരു വാൽവും കൂടി എടുത്തുകൊണ്ട് വരണം കേട്ടോ. നമ്മുടെ ഒരു വാൽവ് നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റിൽ എടുക്കുകയാണ്. അതും കൂടി നമുക്ക് എടുത്തുകൊണ്ട് വരണം. അതും കൂടി വെച്ചാലാണ് ഗൈസ് അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പുറത്ത് മിക്കവാറും എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും അത് നോക്കണം. നമുക്ക് ആ വാൽവ് പോയി എടുക്കണം ഗൈസ്. അതിന് ഇവിടുന്ന് പോയാലാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഗൈസ് ഞാനിപ്പോൾ എന്തായാലും അവിടെ നിന്ന് എണിച്ചിട്ടുണ്ട് കേട്ടോ. അവനെവിടെയാണെന്ന് നോക്കട്ടെ. ഓ ഗൈസ് അവൻ കയറി വരുന്നുണ്ട് കേട്ടോ. അവൻ കയറി വരുന്നുണ്ട്. ഞാനെന്തായാലും ഈ സ്റ്റിക്കി ട്രാപ്പ് ഇടണോ? വേണ്ട ഗൈസ്, അവനവിടെ നമ്മളെ കണ്ടിട്ടില്ല കേട്ടോ. നമ്മളെ കണ്ടിട്ടില്ല. ഞാൻ എന്തായാലും ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഒരു സ്റ്റിക്കി ട്രാപ്പ് മാത്രമാണ് ഗൈസ് നമ്മുടെ കയ്യിലുള്ളൂ. അതാണ് വിഷയം. ഓക്കെ, സ്റ്റിക്കി ട്രാപ്പുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ഗുണമെങ്കിലും ഉണ്ട്. യെസ്, ഞാൻ എന്തായാലും പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് വേഗം ഇവിടുന്ന് പോകണം. നമ്മൾ ആ വാൽവ് എടുത്തുകൊണ്ട് വരണം. അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. യെസ് ഗൈസ്, അവൻ വേറെ വലിയ വഴിയുടെയും വരുമെന്ന് എനിക്കറിയില്ല. ഓക്കെ ഗൈസ്, അവനെ വേറെ വലിയ വഴിയുടെയും വരുമെന്ന് എനിക്കറിയില്ലടേ. ഓക്കെ, ഞാൻ എന്തായാലും വാൽവ് എടുക്കട്ടെ കേട്ടോ ഗൈസ്. വാൽവ് എടുത്ത് നമുക്കിനി അവിടെ കൊണ്ട് വാൽവ് സെറ്റ് ചെയ്യണം ഗൈസ്. നമ്മൾ ഓൾറെഡി 3 വാൽവ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു വാൽവും കൂടി അവിടെ സെറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഗൈസ് നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അവനിപ്പോൾ ഇവിടെ വന്നിട്ടില്ല കേട്ടോ. അവനതിൽ വരുന്നുണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ. എടാ, അവനതിൽ വരുന്നുണ്ട് ഗൈസ്. അവനതിൽ വരുന്നുണ്ട്. നമ്മളെ കണ്ടില്ല എന്നാട്ടോ എനിക്ക് തോന്നണേ. കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല ഗൈസ്. ഓക്കെ, എടാ അവൻ കണ്ടോ? ഇല്ല ഗൈസ്, കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. എടാ അവൻ്റെ കൈയൊക്കെ നോക്കിക്കേ ഗൈസ്. അവൻ നമ്മളെ കണ്ടിട്ടില്ല. അവൻ അങ്ങോട്ട് തന്നെ തിരിച്ചു പോവാടാ. എന്ത് കഷ്ടമാണിത്. എടാ, ഇപ്പുറത്തേക്ക് പോയാലാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ ഗൈസ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവന് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. എന്ത് കഷ്ടമാണ് ഗൈസ്. ഇവന് ഇപ്പുറത്തേക്ക് പോയാലാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഇവിടുന്ന് വേറെ വഴിയൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നണത്. തേങ്ങ ഗൈസ്, അവൻ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. അവൻ തിരിച്ചു വരുന്നുണ്ട്. നോക്കി നോക്കട്ടെ. അവൻ തിരിച്ചു വരുന്നുണ്ട് എന്തായാലും. ഓക്കെ, എടാ അങ്ങോട്ട് പോടാ പ്ലീസറാ ഗൈസ്. അവൻ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. എടാ, ഇതെന്താടാ അവിടെ പോയി നിൽക്കുന്നേ? ഓ ഗൈസ്, അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും ഷോക്ക് അടിച്ചടേ. ആ ടൈമിൽ തന്നെ ഷോക്ക് അടിച്ചു ഗൈസ്. അവൻ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് ഗൈസ്. ഷോക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പയ്യാണ് നടക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ എന്തായാലും നേരെ ഈ വാൽവും കൂടി അവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ട് കേട്ടോ ഗൈസ്. അതും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിമ്പിളായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ, എവിടെയാണ് ഗൈസ്? ഓക്കെ, ഇവിടെയല്ലേ? യെസ്, മൂന്നാമത്തെ എത്രയാണ് ഗൈസ്? മൂന്നാമത്തെ മാക്സിമം ആണല്ലേ? ഓക്കെ, അയ്യോ, മൂന്നാമത്തെ എത്രയായിരുന്നു ഗൈസ്? മാക്സിമം അല്ലല്ലോ. അതെ, മാക്സിമം തന്നെയാണ്. ഓക്കെ, മൂന്നാമത്തെ എന്തായാലും ഞാൻ മാക്സിമം ആക്കട്ടെ കേട്ടോ. യെസ് ഗൈസ്, അങ്ങനെ അതും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, അവിടുത്തെ ഒരു ഇത് നിന്നിട്ടുണ്ട് കേട്ടോ. യെസ്, അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവനിപ്പോൾ വരുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് ഒന്ന് പോവുകയാണ് ഗൈസ്. ഇവിടുന്ന് എന്തെങ്കിലും സാധനം നമുക്ക് കണ്ടുപിടിക്കാനുണ്ടാവും. എന്തായാലും നോക്കണം. യെസ് ഗൈസ്, ഇതെന്താണ്? എടാ, നമുക്ക് ഇവിടുന്ന് ഒരു ഇത് കിട്ടി. ഒരു കന്നാസ് കിട്ടിയിടേ ഗൈസ്. എനിക്ക് തോന്നുന്നു നമ്മുടെ മറ്റേ അവിടെ ഒരു ഓയിൽ കണ്ടില്ല ഗൈസ്. ആ ഓയിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഗൈസ് ഈ ഒരു കന്നാസ്. ഞാൻ എന്തായാലും ഇവിടെ കയറി ഒളിച്ചിട്ടുണ്ട് കേട്ടോ. അവൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒളിച്ചേക്കണേ. അപ്പോൾ ഗൈസ്, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? യെസ് ഗൈസ്, ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. എടാ, അവനിവിടെ എവിടെ ഉണ്ട്? അവൻ ഇവിടുന്ന് ഇപ്പം പോയുള്ളൂ കേട്ടോ ഗൈസ്. അവൻ എങ്ങോട്ട് പോയെന്ന് എനിക്കറിയാൻ പാടില്ല. ഓ എടാ, നമ്മൾ മണ്ടത്തരം കാണിച്ചടാ. നമ്മൾ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വന്നതേ. നമുക്ക് അപ്പുറത്തേക്കായിരുന്നു പോകേണ്ടിയിരുന്നത്. പക്ഷെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്ന്. എന്ത് കഷ്ടമാണിത് ഗൈസ്. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് എണിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും അവൻ്റെ പുറകിൽ നിന്ന് പോയി നോക്കിയാലോ ഗൈസ്. അല്ലാതെ ഇപ്പോൾ വേറെ വഴിയില്ല. നമുക്ക് അവൻ്റെ പുറകിൽ നിന്ന് എടാ, ഷോക്കടിച്ച്. എടാ, അവൻ ചിലപ്പോൾ ഈ ഒച്ചയായിട്ടും കൊണ്ട് വരാൻ ചാൻസ് ഉണ്ട്. എടാ, എന്ത് കഷ്ടമാടാ. ഓക്കെ, ഉള്ളി കയറ് ഗൈസ്. അവൻ വന്നിട്ടില്ല കേട്ടോ. എടാ, എന്ത് കഷ്ടമാണ്. നമുക്ക് ഷോക്കടിച്ച്. ഓക്കെ, ഞാൻ എന്തായാലും അവിടെ നിന്ന് വീണ്ടും പുറത്തിറങ്ങിയിട്ടുണ്ട്. യെസ് ഗൈസ്, അവൻ അങ്ങോട്ടേക്ക് പോവാട്ടോ. ഓക്കെ, അവൻ ആ റൂമിലേക്കാണ് പോയേക്കണേ. അപ്പോൾ നമുക്ക് ആ ടൈം കൊണ്ട് അങ്ങോട്ടേക്ക് പോവാം. യെസ് ഗൈസ്, ഞാൻ എന്തായാലും അപ്പുറത്തേക്ക് പോവാട്ടോ. നമുക്കെന്തായാലും ഈ ഒരു കന്നാസ് നമ്മുടെ സൈക്കിളിൽ കൊണ്ടുവന്ന് വെക്കണം. യെസ്, ഇപ്പോൾ ഞാൻ എന്തായാലും ഈ കന്നാസ് എടുത്ത് നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റിൽ കൊണ്ടുവന്ന് എന്തായാലും ഞാൻ വെക്കട്ടെ കേട്ടോ ഗൈസ്.
ഞാൻ എന്തായാലും നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇവിടുന്ന് നേരെ ഫോറസ്റ്റിലേക്ക് പോകട്ടെ ഗൈസ്. കാരണം ഫോറസ്റ്റിലാണ് മറ്റേ ആ ഒരു ഓയിൽ എടുക്കാനുള്ള ഓയിൽ ടാങ്ക് ഉള്ളത്. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും നമ്മുടെ ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നിന്ന് ഈ ഒരു കന്നാസ് എടുത്തുകൊണ്ട് ഞാൻ എന്തായാലും പോവാണ്. നമ്മുടെ ഓയിൽ നമുക്ക് എടുക്കണം ഗൈസ്. അവനോട് ഒരു അടുത്തുണ്ടോ? ഓ ഗൈസ് അവൻ അവിടെ ഉണ്ട് കേട്ടോ. അവൻ അവിടെ ഉണ്ട് ഗൈസ്. അവൻ എങ്ങോട്ട് പോണേന്ന് നോക്കട്ടെ കേട്ടോ. അത് അറിഞ്ഞിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ, അല്ലെങ്കിൽ പണിയാവും. അവനാ ഒരു പവർ ഉള്ളതുകൊണ്ടാണ് വിഷയം. ഓക്കെ, അവൻ മേളിലേക്കാട്ടോ കയറി പോയേക്കണേ. നമുക്ക് ആ ടൈമും കൊണ്ട് അപ്പുറത്തേക്ക് പോകാമെന്നാണ് എനിക്ക് തോന്നണേ. യെസ് ഗൈസ്, അവൻ മേളിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ എന്തായാലും ആ ടൈമിൽ ഇങ്ങോട്ടേക്കൊന്ന് പോട്ടെ കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് അവിടെ പോയിട്ട് ആ ഓയിൽ എടുക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം ഗൈസ്. ഇവിടെയല്ല, അപ്പുറത്താണ്. ഓക്കെ ഗൈസ്, ഇതല്ലേ? യെസ് ഗൈസ്, ഓയിൽ ടാങ്ക് ഇതാണ്. നമ്മളപ്പോൾ ഓയിൽ നിറയ്ക്കാം കേട്ടോ ഗൈസ്. ഓയിൽ നിറയ്ക്കുകയാണ്. അവൻ എവിടെയാണെന്ന് നോക്കട്ടെ. ഓ ഗൈസ്, അവൻ മേളിലുണ്ട് കേട്ടോ. മേളിലുണ്ട്. അവൻ താഴത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുന്ന് ആ ഓയിൽ നിറച്ച കന്നാസും കൊണ്ട് നേരെ നമ്മുടെ എങ്ങോട്ട് സിവറിലേക്ക് പോകണം. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ കന്നാസ് നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റ് കൊണ്ട് എന്തായാലും ഞാൻ ഇടട്ടെ കേട്ടോ ഗൈസ്. അവനിവിടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ അപ്പുറത്തെന്തോ ആണ്. ഓക്കെ, നമ്മുടെ സൈക്കിളിലിരിക്കണ അപ്പുറയല്ലേ? യെസ് ഗൈസ്, അവൻ അപ്പുറയാന്നാട്ടോ എനിക്ക് തോന്നണേ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റിൽ ഞാൻ എന്തായാലും ഇത് കൊണ്ടു വയ്ക്കട്ടെ. യെസ്, നമുക്കിനി ഇവിടെ നിന്ന് നേരെ സ്യൂവറിലേക്ക് പോകാം. അവിടെ പോയിട്ട് നമുക്ക് ഈ ഓയിൽ നമ്മുടെ പമ്പിലേക്ക് ഒഴിക്കാം ഗൈസ്. അതാണ് നമ്മുടെ കളി. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും സ്യൂവറിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു ഓയിൽ എടുത്തുകൊണ്ട് പോയി നമുക്ക് അവിടെ കൊണ്ടുവന്ന് ഒഴിക്കാം ഗൈസ്. എടാ, അവനൂടെ ഉണ്ട് നോക്കട്ടെ കേട്ടോ. ഗൈസ്, അവൻ അങ്ങോട്ട് പോകട്ടോ. ഞാൻ എന്തായാലും ഓയിൽ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് ഗൈസ്? ആ ഒരു പമ്പ് വർക്കായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എടാ അതെ ഗൈസ്, ഞാൻ പറഞ്ഞില്ല ആ വെള്ളം ഫുള്ളും പറ്റുന്നുണ്ട്. യെസ് ഗൈസ്, ഞാൻ എന്തായാലും ഇവിടെ കയറി ഒളിക്കട്ടെ കേട്ടോ. നമുക്കിനിയിപ്പോൾ അവൻ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് പോവാം. യെസ് ഗൈസ്, അവൻ മേളിലേക്കാട്ടോ പോണേ. നമുക്ക് ആ ടൈമും കൊണ്ട് അപ്പുറത്തേക്കൊന്ന് പോയിട്ട് വരാം ഗൈസ്. ഇവിടുത്തെ വെള്ളം ഫുള്ളും പറ്റിയിട്ടാ. ഇനി നമ്മുടെ റാൽഫിനെ രക്ഷിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണേ. യെസ് ഗൈസ്, അങ്ങനെ ആ ഒരു സംഭവം നമ്മൾ സക്സസ്ഫുള്ളാക്കിയിട്ടുണ്ട്. യെസ് ഗൈസ്, എന്താണ്? ഓക്കെ ഗൈസ്, നമ്മുടെ റാൽഫ് കെട്ടിപ്പിടിക്കാൻ വരും കേട്ടോ. അപ്പോൾ നമ്മൾ വേണ്ടാന്ന് പറയുന്നുണ്ട്. കാരണം അവൻ്റെ മേത്ത് ഫുൾ അഴുക്കല്ലേ ഗൈസ്, അതുകൊണ്ടാണ്. യെസ്, അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ റാൽഫിനെ രക്ഷിച്ചിട്ടുണ്ട്. യെസ് ഗൈസ്, നമ്മുടെ റാൽഫിന് വിശക്കുവാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതാണ് സംഭവം. നമ്മുടെ റാൽഫിനെ എന്തായാലും നമ്മൾ രക്ഷിച്ചിട്ടുണ്ട്. യെസ്, എന്തോ റെഡ് കാർ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യ്. ഓക്കെ, സെറ്റല്ലേ ഗൈസ്? സെറ്റല്ലേ? ഓക്കെ ഗൈസ്, റാൽഫ് നമുക്കൊരു ബുക്ക് തന്ന്. എടാ, മറ്റേ സിമ്പിൾസിൻ്റെ ഒക്കെ ഒരു ബുക്ക് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഓ ഗൈസ്, അപ്പോൾ നമ്മൾ പറയാണ് ഇതാണ് നമ്മൾ അന്വേഷിച്ച് നടന്ന ബുക്ക് എന്ന് പറയാണ്. കാരണം നമ്മുടെ സമന്ത നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ സിമ്പിൾസിൻ്റെയും ഫോട്ടോ എടുത്തുകൊണ്ട് നമ്മുടെ സമന്തയ്ക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഈ ഒരു ബുക്ക് ഉണ്ടല്ലോ ഗൈസ്, ഈ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ടാവും ഈ സിമ്പിൾസിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ ഈ ഒരു ബുക്ക് നമ്മുടെ സമന്തയ്ക്ക് കൊണ്ട് കൊടുക്കണം എന്നായിട്ട് എനിക്ക് തോന്നണേ. അപ്പോൾ ഈ ബുക്ക് നമ്മൾ നമ്മുടെ സമന്തയ്ക്ക് കൊണ്ട് കൊടുക്കണം. കൂടെ നമ്മൾ ആ മറ്റേ പിക്ചേഴ്സും കൊണ്ട് കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നണേ. ഞാൻ എന്തായാലും ഇവിടെ കയറി ഒളിച്ചിട്ടുണ്ട് ഗൈസ്. അവൻ ചിലപ്പോൾ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അവനെ കാണാനില്ലല്ലോ. ഓക്കെ ഗൈസ്, പുള്ളിക്കാരൻ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ ഒരു ഫോട്ടോ എടുക്കാനുണ്ട്. ഞാൻ എന്തായാലും ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. യെസ് ഗൈസ്, ഞാൻ അങ്ങനെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഗൈസ്. 6 ഫോട്ടോ നമുക്ക് ആയിട്ടുണ്ട്. ഇനി ഒരു ഫോട്ടോയും കൂടി വേണം ഗൈസ്. ആ ഒരു ഫോട്ടോ എവിടെയാണെന്ന് യാതൊരു പിടിയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ബുക്ക് നമ്മുടെ സംബന്ധിക്ക് കൊണ്ട് കൊടുത്താലാ? നമുക്ക് കൊടുക്കാമെന്നാട്ടോ ഗൈസ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ ബുക്ക് നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റിൽ കൊണ്ട് ഞാൻ എന്തായാലും ഇടട്ടെ കേട്ടോ. യെസ് ഗൈസ്, ഞാൻ എന്തായാലും സൈക്കിളിൻ്റെ ബാസ്ക്കറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്.
യെസ്, ഞാൻ എന്തായാലും ഇവിടുന്ന് നേരെ നമ്മുടെ ഫാമിലിയിലേക്ക് പോവാണ് കേട്ടോ ഗൈസ്. ഫാമിലിയിലേക്ക് പോവാണ് ഗൈസ്. ഞാനപ്പോൾ അങ്ങനെ ഫാമിലി എത്തിയിട്ടുണ്ട്. യെസ് ഗൈസ്, ഞാനങ്ങനെ ഫാമിലി എത്തിയിട്ടുണ്ട്. ഡോർ ഓപ്പൺ ചെയ്. യെസ് ഗൈസ്, നമുക്ക് എന്തായാലും ഈ ബുക്ക് നമുക്ക് സംബന്ധിക്കൊണ്ട് കൊടുക്കാം. യെസ് ഗൈസ്, നല്ല പണിയാണ്. എന്തൊക്കെ സാധനങ്ങൾ ഇതിനകത്ത് കണ്ടുപിടിച്ചാലാണെന്നറിയോ? യെസ് ഗൈസ്, നമുക്ക് സംബന്ധിക്ക് ആ ബുക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംബന്ധം നമ്മളോട് പറയുന്നുണ്ട് ആ ഒരു സിമ്പിൾസിൻ്റെ ഫോട്ടോസും കൂടി നമ്മൾ കൊണ്ട് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഫോട്ടോസ് നമുക്ക് 6 ആയിട്ടുള്ളൂ. ഇനി 6 കൂടി ആവാണ്ട്, അത് ഫുള്ള് ആയാലാണ് നമുക്ക് സംബന്ധി കൊണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫോട്ടോ കൂടി നമുക്ക് കണ്ടുപിടിക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും നേരെ ഇങ്ങോട്ടേക്കാണ് പോവാം. ഗൈസ്, നമുക്ക് സ്യൂവറിലേക്ക് തന്നെ പോവാം. സ്യൂവറിലേക്ക് നമുക്ക് പോയി നോക്കാം ഗൈസ്. അവിടെ നമ്മൾ ആ മറ്റേ സ്ഥലത്ത് ഫുള്ള് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതായത് നമ്മളൊരു റൂം തുറന്നില്ല ഗൈസ്. അവിടെ നമ്മൾ ഫുള്ളും നോക്കിയിട്ടുണ്ടായില്ല. നമുക്ക് അവിടെ നിന്ന് ആകെ കിട്ടിയത് ആ ഒരു കന്നാസ് മാത്രമായിരുന്നു ഗൈസ്. ഓക്കെ, അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇതല്ല വഴി. യെസ് ഗൈസ്, ഇത് തന്നെയാണ് വഴി. അപ്പോൾ ഇവിടെ ഞാൻ ഫുള്ളും സെർച്ച് ചെയ്തിട്ടുണ്ടായില്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. ഇതെന്താണ്? ഓക്കെ, ഇതാ മ്യൂസിക്കിൻ്റെ സംഭവമാണ് ഗൈസ്. ഇവിടെ നമുക്ക് ആ കന്നാസ് മാത്രമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ എന്തെങ്കിലും ഇവിടെ നിന്ന് കിട്ടുമോ എന്ന് ഞാൻ എന്തായാലും നോക്കി നോക്കട്ടെ. ഇല്ല ഗൈസ്, ഇവിടുന്ന് വേറൊന്നും ഇല്ല എന്നാട്ടോ എനിക്ക് തോന്നണേ. വേറെ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല ഗൈസ്. അവൻ്റെ സൗണ്ട് എനിക്ക് കേൾക്കാനുണ്ട് കേട്ടോ. അവൻ മിക്കവാറും ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. നോക്കട്ടെ. ഗൈസ്, അവനെ കാണാനില്ല. അവൻ മിക്കവാറും ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അവൻ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഗൈസ്, ഇവിടുന്ന് വേറെ ഒന്നും എടുക്കാനില്ല എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. ഇവിടുന്ന് വേറെ ഒന്നും എനിക്ക് കിട്ടിയില്ല. എനിക്ക് ആ കന്നാസ് മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ഇതെന്താണ്? അത് മറ്റേ മ്യൂസിക്കിൻ്റെ സംഭവം എന്താണ്? എടാ, അവൻ വരുന്നുണ്ടാ ഗൈസ്. അവൻ്റെ സൗണ്ട് എനിക്ക് കേൾക്കാനുണ്ട്. അവനിവിടെ അടുത്ത് എവിടെയോ ഉണ്ട്. എടാ, ദേ വരുന്നടാ. എടാ, എന്ത് സ്പീഡിനാടാ ഇവൻ വരുന്നേ ഗൈസ്. പണി പാളിയെന്നാട്ട് എനിക്ക് തോന്നണേ ഗൈസ്. നമുക്ക് ഇവിടുന്ന് പോയാലാ ഗൈസ്? ഞാൻ ഇവിടെ നിന്ന് എന്തായാലും പോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്കിവിടെ ഒളിച്ചിക്കാട്ടാ. ഒളിച്ചിക്കാം ഗൈസ്. ഇവിടെ എന്തോ കിടക്കുന്നുണ്ടല്ലോ. നമ്മൾ രക്ഷപ്പെട്ടെ. അവൻ വരുന്നുണ്ട് കേട്ടോ. ഞാനെന്തായാലും ഇതിനകത്ത് കയറി ഒളിച്ചിട്ടുണ്ട്. അവൻ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കാട്ടോ. അവന് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഓ ഗൈസ്, പണി പാളിയാ? ഇല്ല ഗൈസ്, പണി പാളിയിട്ടില്ല. അവൻ എന്തായാലും പോവാട്ടാ. നമുക്ക് ഷോക്ക് അടിച്ചിട്ടുണ്ട്. എടാ, എന്ത് കഷ്ടോടാ ഷോക്ക് അടിച്ച്. ഇനി തല ഇറങ്ങും ഗൈസ്, അതാണ് വിഷയം. ഓക്കെ, അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും പയ്യെ ഇവിടെ നിന്ന് എണിക്കാം ഗൈസ്. എനിക്ക് തല ഇറങ്ങാണ് ഗൈസ്, തല ഇറങ്ങാണ്. ഓക്കെ, ഇതാണ് ഗ്രീസാ ഗൈസ്. നമുക്ക് അങ്ങനെ ഗ്രീസ് കിട്ടിയിടേ ഗൈസ്. ഗ്രീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഈ ഗ്രീസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ സർക്കസിലൊരു റൂം നമ്മൾ കണ്ടില്ല ഗൈസ്. അവിടെ ഒരു സിബ് ലോക്കാണ്, സ്റ്റക്കായിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഗൈസ് ഈ ഗ്രീസ്. യെസ് ഗൈസ്, അപ്പോൾ ഗ്രീസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അങ്ങോട്ടേക്ക് പോകണം ഗൈസ്, അതാണ്. ഓക്കെ, അവൻ വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പോയാലാ ഗൈസ്? ഞാനെന്തായാലും ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ട് പോവും. ഓക്കെ, ഇങ്ങോട്ട് പോവാം. ഡോർ ഓപ്പൺ ചെയ്. ഓ ഗൈസ്, അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും നേരെ നമ്മുടെ ഈ ഗ്രീസ് നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റിൽ കൊണ്ടൊന്ന് ഞാൻ എന്തായാലും ഇടട്ടെ. ഇനി ഇവിടുന്ന് വേറെ ഒന്നും കണ്ടുപിടിക്കാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. നമുക്ക് നേരെ ഇവിടുന്ന് സർക്കസിലേക്ക് പോകാട്ടോ. സർക്കസിൽ പോയി നേരെ നമ്മുടെ ആ ഒരു റൂം നമുക്ക് ഓപ്പൺ ചെയ്യണം. യെസ് ഗൈസ്, ഞാനങ്ങനെ സർക്കസിലെത്തിയിട്ടുണ്ട്. ഓക്കെ, ഗ്രീസ് എടുത്തോ. യെസ് ഗൈസ്, ഗ്രീസ് ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട്. ഇതെന്താണ്? ഓക്കെ, ഇത് മറ്റേ മെഷറൂമാണ് ഗൈസ്, സ്പൂണാണ്. അതെന്തിനാന്ന് പോലും എനിക്ക് അറിയില്ല. പിന്നെ ഞാനത് അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. എടാ, കിഡ്നാപ്പർ വരുന്നുണ്ട് ഗൈസ്. കിഡ്നാപ്പർ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് നൈസായിട്ട് ഈ ഒരു ഗ്രീസ് എടുത്തുകൊണ്ട് പോയി അവിടെ കൊണ്ടുപോയി സെറ്റാക്കണം. ഓക്കെ ഗൈസ്, അവനവിടെ നിൽക്കുക കേട്ടോ. ഓക്കെ, അവൻ അങ്ങോട്ട് പോകുന്നുണ്ട് ഗൈസ്. നമുക്കിനിയിപ്പോൾ നേരെ പോയി നമ്മുടെ ഗ്രീസ് എടുത്തുകൊണ്ട് പോയി അവിടെ പോയിട്ട് ആ ഒരു റൂം നമുക്ക് തുറക്കണം ഗൈസ്. ഓക്കെ, അവൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പണി പാളുന്നാട്ടോ എനിക്ക് തോന്നണേ. ഇതല്ല ഗൈസ്? യെസ് ഗൈസ്, യെസ്, സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു ഫോട്ടോ നമുക്ക് എടുക്കാനുണ്ട് കേട്ടോ. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ ഫോട്ടോയും കൂടി എന്തായാലും എടുത്തിട്ടുണ്ട്. അങ്ങനെ 7 ഫോട്ടോ ആയിട്ടുണ്ട് ഗൈസ് മൊത്തത്തിൽ. അപ്പോൾ ഫോട്ടോ ഫുള്ള് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനി നമ്മുടെ സമന്തി കൊണ്ട് കൊടുക്കണം. ഇതെന്താണ്? ഇതെന്താ കഞ്ഞി തിളപ്പിക്കണോ ഗൈസ്? നമ്മൾ കിഡ്നാപ്പറിന് കഞ്ഞി തിളപ്പിച്ച് കൊടുക്കണോ? അറിയില്ല കേട്ടോ. ഓക്കെ, ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് വേറെ എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ.
ഇവിടെ വേറൊന്നും നമുക്ക് എടുക്കാനില്ല എന്നാണ് എനിക്ക് തോന്നണേ. ഗൈസ് കിഡ്നാപ്പർ എവിടെയാണ്? അവൻ വരുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ലടേ. കിഡ്നാപ്പർ വന്നു കഴിഞ്ഞാൽ പണി പാളും, അത് ഉറപ്പാണ്. ഗൈസ് നമുക്ക് എന്തായാലും നൈസായിട്ട് ഇങ്ങോട്ടേക്കൊന്ന് പോയാലോ? എടാ കല്ലെടുക്കല്ലേ, അതെടുക്ക്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതുകൊണ്ട് ഈ സമന്തയ്ക്ക് കൊണ്ട് കൊടുക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. ഗൈസ് അവനെവിടെ ഒന്നും കാണാനില്ല കേട്ടാ. നൈസായിട്ട് ഞാൻ ഇവിടെ പോയി ഒന്ന് ഒളിക്കട്ടെ. ഗൈസ് അവൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അവൻ വരുന്നുണ്ടെന്നാട്ടോ എനിക്ക് തോന്നണേ. യെസ് ഗൈസ് അവൻ വരുന്നുണ്ട്.